ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഷാനു സമദ് വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നേ. നമ്മുടെ സെഞ്ചുറി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നേ. വൈകിട്ടത്തെ ഫംഗ്ഷൻ ആയിരുന്നേ. അതിനു വേണ്ടി ഞാനും ചക്കിയും കിച്ചുമോനും അമ്പിളിയും പാത്തും എൻ്റെ ഉമ്മയും ഞങ്ങളെല്ലാവരും കൂടെ പോയതാണ്. എവിടെ ചെന്നാലും നമ്മുടെ മെയിൻ ഫുഡാണല്ലോ. അങ്ങനെ ആദ്യം തന്നെ ജ്യൂസ് കുടിക്കുവാണ്. എൻ്റെ കൂട്ടുകാരെല്ലാവരും കല്യാണമൊക്കെ കൂടി ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിച്ച് ക്ഷീണിച്ചിരിക്കുവാണല്ലേ. അവിടെ ഫംഗ്ഷന് ചെന്നപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവരേ ഉള്ളൂ. എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളെന്നും ഡെയിലി വീഡിയോസ് കാണാറുണ്ടെന്നൊക്കെ. നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചക്കയുടെ പ്രിൻസിപ്പള് റസിയ മാമിനെ കണ്ടു. ചക്കയുടെ സ്കൂളിലെ എല്ലാ മിസ്സുമാരും അവിടെ ഉണ്ടായിരുന്നു. ചക്കി പറയുമോ എൻ്റെ എല്ലാ മിസ്സുമാരും ഉണ്ടല്ലോ എന്ന്. പിന്നെ ചക്കിയുടെ സ്കൂളിലെ ചക്കിയുടെ കുറേ കുട്ടികളും ഉണ്ടായിരുന്നേ. ചക്കിക്ക് അവരെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നേ. ഞങ്ങൾ പോയി കല്യാണത്തിന് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. 2-3 ദിവസമായല്ലോ ചക്കി കൂട്ടുകാരെയൊക്കെ കണ്ടിട്ട്. 2-3 ദിവസത്തെ സ്കൂൾ അവധി ആയിരുന്നല്ലോ. അങ്ങനെ അവിടെയൊക്കെ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്നാൽ ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നേ. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾക്ക് ചെയറൊക്കെ കിട്ടി. ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് പത്തിരി ഉണ്ടായിരുന്നു, ഇടിയപ്പം, പൊറോട്ട, വെള്ളയപ്പം, മുട്ടക്കറി, ബീഫ് കറി, ചിക്കൻ ഫ്രൈ, ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ കപ്പയും മീൻകറിയും ഉണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെയാണ് കഴിച്ചത്. ഞാൻ 2 പത്തിരിയേ കഴിച്ചുള്ളേ. അന്നേരം എനിക്ക് തോന്നിയത് കപ്പയും മീൻകറിയും കഴിക്കാമെന്ന്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ എടുത്തതാണെന്ന് ഞാൻ പാത്തുവിനോടാണ് പറഞ്ഞത്. പാത്തുവിനോട് ചോദിക്കുക കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇടണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ അതൊക്കെ വേണമെന്ന് പറഞ്ഞു. നമ്മുടെ മെയിൻ എന്താ ഇതൊക്കെയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെ വേണം വീഡിയോസിൽ ഉൾപ്പെടുത്താനെന്ന്. പിന്നെ അങ്ങനെ കപ്പയും മീനും ഒക്കെ വാങ്ങി അത് കഴിക്കുവാണ്. ആ സമയത്തിന് ചക്കി ഇടയ്ക്ക് ഇറങ്ങിപ്പോയി ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് ഇടയിലിരുന്ന് കഴിക്കുവാണ്. ഞാൻ അവനോട് ചോദിച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് പോയി ഐസ്ക്രീം കഴിച്ചാൽ പോരായിരുന്നു എന്ന്. അപ്പോൾ അവനെന്നോട് പറയുക അന്നേരത്തേക്ക് ഐസ്ക്രീം തീർന്നു പോയാൽ എന്ത് ചെയ്യുമെന്ന്. ഞാൻ കഴിച്ചു കഴിഞ്ഞ് പോയി കൈയെല്ലാം വാഷ് ചെയ്ത് വന്നു. ഐസ്ക്രീം വാങ്ങിയപ്പോഴേക്കും ചക്കി ഓടി വന്നു. ഞാൻ 2 എണ്ണമാണ് വാങ്ങിയത് എൻ്റെ ചക്കിക്കും കൂടെ. ചക്കി ഓർത്ത് ചക്കിക്ക് ഞാൻ വാങ്ങിക്കൊടുത്തില്ല എന്ന്. പക്ഷേ ഞാൻ ചക്കിക്കും കൂടെ വാങ്ങിച്ച് എൻ്റെ കൈ വെച്ചിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കഴിച്ച് അതിന് ശേഷം ഞങ്ങളുടെ ഉമ്മയ്ക്ക് കാലുവേദന ആയതുകൊണ്ട് സ്റ്റെപ്പ് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ലിഫ്റ്റിലാണ് മുകളിലേക്ക് വന്നത്. ഫംഗ്ഷനൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്.